ഇവിടുന്ന് ചെക്കപ്പിനായിട്ട് ബുധനാഴ്ച ഞങ്ങൾ പോയതാണ്. പോയപ്പോൾ അവിടെ ഒ പി കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ 37ാമത്തെ ആഴ്ചയാണ് ഇന്ന്. അപ്പോൾ കാണിച്ചപ്പോൾ തന്നെ നേരെ ലേബർ റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് പോകാൻ പറഞ്ഞു, പെട്ടെന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാനും എൻ്റെ മോളും ഓട്ടോ, നമ്മുടെ അടുത്തുള്ള സുഹൃത്ത് തന്നെയാണ് ഓട്ടോക്കാരനും, അവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും എനിക്കൊരു പിടിയില്ല. ഇനി വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ ആണുങ്ങൾ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധി പോലെ, എനിക്ക് എന്തോ ഒറ്റയ്ക്കായതുപോലെ എനിക്കൊരു തോന്നി. അങ്ങനെ ഞാൻ മുണ്ടും അതിൻ്റെതായ ഡ്രസ്സും വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചു. കുമാറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങ് പോയി ലേബർ. അപ്പോൾ വിസിറ്റ് സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള വിശ്രമ റൂമാണ് ഇവിടെ. ഞാനും ബാഗും എല്ലാം കൂടെ വെച്ച് കാത്തിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ പിന്നെ എന്തെങ്കിലും ആവുമോ എന്ന് എനിക്കൊരു പേടി. കാരണം മരുന്നിനൊക്കെ എഴുതി തന്നാൽ ഞാൻ തന്നെ പുറത്ത് പോകേണ്ടി വരും, പുറത്ത് പോയി വാങ്ങി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യമായിട്ട് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. പിന്നെ എന്തായാലും അവളെ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ് മാറി അവളെ പറഞ്ഞയച്ചു. അപ്പം മുകളിലേക്ക് പിന്നീടുള്ളത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കാണാനോ ഒന്ന് കേൾക്കാനോ ഒന്നിനും അറിയില്ല. മൈക്കിൽ കൂടി വരുന്ന അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഏതിന് വീഡിയോ എടുക്കുന്നു ഒന്നാമത്തെ പരാതി അവക്കാണ്. കാരണം ഞാൻ ഒരു മീൻകറി വെച്ചാലും ഞാൻ അതിന് വീഡിയോ ഒപ്പിയെടുക്കും. അപ്പം അങ്ങനെ പറയുന്നവള് ഡ്രസ്സൊക്കെ മാറി നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, അമ്മ ഒരു ഫോട്ടോ എടുത്താലോ എന്ന്. എടുക്കിയമ്മ ഒരു ഫോട്ടോന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്കെന്തോ സങ്കടം വന്നു. കാരണം എന്ന് വെച്ചാൽ അവൾ അങ്ങനെ പറയില്ല. അപ്പൊ ഒരു ഫോട്ടോ എടുക്കുക വെപ്രാളത്തിൽ ഞാൻ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തത് വീഡിയോ ആയിപ്പോയി. പിന്നെ അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. എന്തായാലും അവിടെ ചെന്നെത്തി ആ ഒരു ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു കാത്തിരിപ്പാണ്. മോള് പ്രസവ വേദന എടുത്ത് അവിടെ കിടക്കും. ഇപ്പോ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഇപ്പോ അമ്മയ്ക്ക് കൂടെ പ്രസവവാർഡിനകത്ത് കയറി നിൽക്കാം. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അങ്ങനെ എൻ്റെ മോള് പ്രസവിക്കാൻ വേണ്ടി അതിനകത്ത് കിടക്കുമ്പോൾ ഞാൻ ഇവിടെ എന്നെ വിളിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇടവേളയ്ക്ക് ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അവളുടെ മരുന്നും കാര്യങ്ങളും എൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ അത് പറഞ്ഞ് എനിക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ മോൾ അവിടെ വാതിലിൻ്റെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് ആ ഉണ്ടായ ഒരു സന്തോഷവും എൻ്റെ പിള്ളേരെ എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഇത്. പിന്നെ അവൾ അനുഭവിക്കുന്ന വേദന കാണുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. അത് എങ്ങനെ ഞാനത് കാണും എന്ന മനസ്സിലൊരു ടെൻഷനും ആശങ്കയും അങ്ങനെയും ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ദൈവമായിട്ട് അതൊരു കൊണ്ടുപോയിട്ട് അന്ന് പ്രസവിച്ചില്ല. പിറ്റേ ദിവസമാണ് ഡെലിവറി നടന്നത്. പറഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:13. ഇതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് ഫോൺ കോളുകളൊക്കെ വരുന്നു. പക്ഷേ എനിക്കൊന്നും എടുക്കാനോ അത് സംസാരിക്കാനോ ഒന്നുള്ള മാനസികാവസ്ഥയൊന്നുമല്ല. ഞാൻ ടെൻഷനും അതിൻ്റെ പ്രാർത്ഥനയും എൻ്റെ പിള്ളേക്ക് ഒരു കുഴപ്പം വരില്ലേ, എൻ്റെ കുഞ്ഞിനും ഒരു കുഴപ്പവും വരില്ലേ എന്നുള്ള പ്രാർത്ഥനയും മനസ്സ് മരവിച്ച് കല്ലാക്കി നമ്മൾ വെക്കണം. മറ്റൊരു ചിന്തയും നമ്മുടെ എൻ്റെ മനസ്സിലില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സും ശരീരവും എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് എൻ്റെ 2 തള്ളയ്ക്കും പിള്ളയ്ക്കും ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കയ്യിൽ കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ്. ഒരു ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോലുള്ള ഒരു മനസ്സോ ഒന്നുമില്ലാതെ ഞാൻ അവിടെ പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം 1:13 ഉച്ചയ്ക്ക് മോള് പ്രസവിച്ചത്. പ്രസവം കാണാൻ എനിക്ക് പറ്റിയില്ല. അമ്മയെ അങ്ങ് വിളിപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഡ്രസ്സ് മാറിപ്പോയപ്പോഴത്തേക്കും മോള് പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞിനെയും എനിക്ക് ദൈവം തന്നു.